സോ ഹലോ ഗൈസ്, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കുറച്ച് നാൾ മുമ്പ് ബോൾട്ടും മസ്താങ്ങും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ബോൾട്ട് മസ്താങ് ടോർക്ക് എന്ന് പറയുന്ന TWS ഇയർഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയതിനു ശേഷം വിത്തിൻ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ആ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. ഒപ്പം തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30K+ റിവ്യൂസും ആ പ്രോഡക്റ്റിൻ്റെതായിട്ട് കാണാൻ പറ്റും. സോ ആ പ്രോഡക്റ്റ് ഇതാ ഇപ്പം വീണ്ടും ബോൾട്ട് റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ബോൾട്ട് മസ്താങ് ടോർക്കിൻ്റെ തന്നെ സിൽവർ എഡിഷൻ ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ TWS ഇയർഫോൺസ് വരുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ TWS ഇയർഫോൺസിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. മസ്താങ്ങിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പോണി ലോഗോയും കാണാൻ പറ്റും. താഴെയായിട്ട് ലൈറ്റ്നിങ് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പുറകു വശത്തേക്ക് നോക്കുന്ന സമയത്ത് ബൂമെക്സ് ടെക്നോളജി, ബാസ് ഡ്രൈവേഴ്സ്, മോഡ്സിങ് LEDs, IP-X5 വാട്ടർ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള സകലമായ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ഫോർഡിൻ്റെ ഒരു 3D ഹോളോഗ്രാം ലോഗോ കാണാൻ പറ്റും. ഒപ്പം തന്നെ അതിൻ്റെ താഴെയായിട്ടൊരു യുണീക്ക് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം ഇത് ഫോർഡിൻ്റെ തന്നെ ഒഫീഷ്യലി ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നാണ്. സൈഡിലായിട്ടൊക്കെ അതിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ഇനി ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഉള്ളിലായിട്ട് നമ്മുടെ TWS ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയുള്ള Type-C കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഇയർ ടിപ്സ് വരുന്നുണ്ട്. അതുപോലെ ഡോക്യുമെൻറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബോൾട്ടിൻ്റെയും മസ്താങ്ങിൻ്റെയും കുറച്ച് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്. ഇനി നമ്മുടെ TWS ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഫീൽ ആവുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഫോർഡ് മസ്താങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ മസ്താങ്ങിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. മുകളിലായിട്ട് ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മസ്താങ്ങിൻ്റെ റൈസിംഗ് സ്ട്രൈപ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ പോണി ലോഗോയും വരുന്നുണ്ട്. ഇനി പുറകു വശത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫോർഡ് മസ്താങ് കാറിൻ്റെ എക്സോസ്റ്റ് പോലെ തന്നെ 2 Type-C ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു TWS ഇയർഫോൺസ് ചാർജ് ചെയ്യാനും സാധിക്കും. ഇനി നമ്മുടെ കേസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഉള്ളിലായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നത് മോഡ്സിങ് LED ലൈറ്റ്സ് ആണ്. ഒപ്പം തന്നെ നമ്മുടെ 2 ഇയർബഡ്സും ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇയർബഡ്സ് ശരിക്കും ഇന്നിയർ ടൈപ്പ് ഇയർബഡ്സ് ആണ്. ഒപ്പം തന്നെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫോർഡ് മസ്താങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ റൈസിംഗ് സ്ട്രൈപ്സും മസ്താങ്ങിൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ നമുക്ക് ഇവിടെ ആയിട്ടും കാണാൻ പറ്റും. ഒപ്പം തന്നെ മുകളിലായിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് ടച്ച് കൺട്രോൾസും വരുന്നത്. ഇനി സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ 13mm ഡ്രൈവേഴ്സാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ബൂമെക്സ് ടെക്നോളജിയും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ ബേസ് ഫ്യൂവൽഡ് ഓഡിയോ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ള ബേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അതുപോലെ തന്നെ പാട്ട് കേൾക്കാനാണെങ്കിലും മൂവീസ് കാണാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നീട് ബോൾട്ട് ആംപ് ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻസും മറ്റ് പല ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഇക്വലൈസർ പ്രിസെറ്റുകൾ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കസ്റ്റമായിട്ട് ഇക്വലൈസർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി മികച്ച കോൾ ക്വാളിറ്റിക്ക് വേണ്ടി നമുക്ക് ഈ TWS ഇയർഫോൺസിനകത്ത് 4 മൈക്രോഫോൺസ് വരുന്നുണ്ട്. ഒപ്പം തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ആംബിയൻ നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചറും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പിന്നീട് കുറച്ചുകൂടെ ബെറ്റർ കോൾ ക്വാളിറ്റിക്ക് വേണ്ടി ബോൾട്ടിൻ്റെ സെൻ മോഡ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി കണക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. ഒപ്പം തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലിങ്ക് ആൻഡ് പെയർ ടെക്നോളജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റിയുടെ ഫീച്ചറും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ TWS ഇയർഫോൺസിൻ്റെ കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും വേറെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തും നമ്മുടെ മസ്താങ് കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് റവ് ചെയ്യുന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. സോ അതൊക്കെ അടിപൊളിയാണ്. ഇനി ഇതൊരു ഗെയിമിംഗ് TWS ഇയർഫോൺസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് മോഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ 45Hz അൾട്രാ ലോ ലേറ്റൻസി തരുന്ന കോമ്പാക്ട് ഗെയിമിംഗ് മോഡാണ് ലഭിക്കുന്നത്. ഗെയിമിംഗ് മോഡ് ഓൺ ആക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ടോട്ടലി 60 ഹവേഴ്സിൻ്റെ പ്ലേ ടൈം ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഇനി മറ്റ് ചില ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ടച്ച് കൺട്രോൾസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. സാധാരണ നമുക്ക് കിട്ടുന്ന പ്ലേ, പോസ്, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് ഇവയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ IP-X5 വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഫീച്ചറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ പ്രോഡക്റ്റ് നമുക്ക് പല കളർ വേരിയൻസിലായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ പ്രൈസ് വരുന്നത് 1499 രൂപയാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ബോൾട്ടിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തേക്കാം. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.